1912 ഏപ്രിൽ 14 രാത്രി 11:40 ഒരിക്കലും തകരില്ലെന്ന അവകാശവാദവുമായി നീറ്റിലിറങ്ങിയ ടൈറ്റാനിക് എന്ന കൂറ്റൻ ആഡംബര കപ്പൽ അറ്റ്ലാന്റിക്കിലെ മഞ്ഞുപാളിയിലിടിച്ച് തകരുന്നു. ഒരിക്കലും വെള്ളം കയറില്ലെന്ന് കരുതിയിരുന്ന ടൈറ്റാനിക്കിന്റെ അടിയിലെ 5 ചേംബറുകളിലേക്ക് വെള്ളം കുതിച്ചു കയറി. കപ്പലിലുണ്ടായിരുന്ന 2200ഓളം യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ വളരെ കുറച്ച് ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളും മാത്രമുണ്ടായിരുന്ന ടൈറ്റാനിക്കിൽ നിന്നും ആദ്യം രക്ഷപ്പെടുത്തേണ്ടവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികൾക്കുമായിരുന്നു മുൻഗണന. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും ബോട്ടിൽ കയറ്റുന്നതിനിടയിൽ 63 വയസ്സുള്ള ഇഡ എന്ന വൃദ്ധയായ സ്ത്രീയും ബോട്ടിൽ കയറി. എന്നാൽ തന്റെ ഭർത്താവായ ഇസിഡോർ സ്ട്രോസ് പുറത്തു നിൽക്കുന്നത് കണ്ട് വിതുമ്പിയ ഇടയുടെ മനസ്സ് വായിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇസിഡോറിനെയും ബോട്ടിൽ കയറ്റാൻ അനുമതി കൊടുത്തു. എന്നാൽ 67 വയസ്സ് പ്രായമുള്ള തനിക്ക് ഇനി അധികം ആയുസില്ലാത്തതിനാൽ ഇളവൊന്നും വേണ്ടെന്നും കുട്ടികളെയും സ്ത്രീകളെയും മാത്രം ബോട്ടിൽ കയറ്റിയാൽ മതിയെന്നും പറഞ്ഞ് അദ്ദേഹം മരണത്തെ നേരിടാൻ കപ്പലിൽ തന്നെ നിലയുറപ്പിച്ചു. തന്റെ ഭർത്താവിനെ മരണത്തിലേക്ക് ഒറ്റയ്ക്ക് വിടാൻ കഴിയാതിരുന്ന ഇട ബോട്ടിൽ നിന്നും ചാടിയിറങ്ങി. തന്റെ കമ്പിളിപ്പുതപ്പ് വേലക്കാരിയായിരുന്ന സ്ത്രീക്ക് നൽകി ബോട്ടിൽ കയറാൻ നിർദ്ദേശവും കൊടുത്തു. എന്നിട്ട് തന്റെ എല്ലാമായ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിന്നു. വെള്ളം കുതിച്ചു കയറിയ ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ ഏപ്രിൽ 15 2:20 പൂർണ്ണമായും കടലിൽ മുങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ 0 മുതൽ 1 വരെയുള്ള കൊടും തണുപ്പിൽ 1500ഓളം വരുന്ന യാത്രക്കാരോടൊപ്പം ഇടയും ഭർത്താവ് ഇസിഡോർ സ്ട്രോസും കൈകൾ ചേർത്ത് പിടിച്ച് മരണത്തിന് കീഴടങ്ങി. ടൈറ്റൻ അപകടത്തെ പറ്റിയുള്ള ഈ വീഡിയോയിൽ എന്തിനാണ് ഈ കഥ പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, അല്ലേ? എന്നാൽ അതിനൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ദമ്പതികളുടെ കൊച്ചുമകളായ വെൻറ്റി വീലിന്റെ ഭർത്താവാണ് ദുരന്തത്തിൽ മരണപ്പെട്ട സ്റ്റോക്ടൺ റഷ്. വെൻറ്റി വീൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത വർഷമായ 1986 മരണപ്പെട്ടിരുന്നു. അപകടത്തിൽപ്പെട്ട ടൈറ്റന്റെ സൃഷ്ടാക്കളായ ഓഷ്യൻ ഗേറ്റിന്റെ CEO ആയിരുന്നു ഈ റഷ്. അന്ന് മരിച്ച വൃന്ദ ദമ്പതികളിൽ ഇസിഡോറിന്റെ മൃതശരീരം കണ്ടുകിട്ടിയെങ്കിലും ഇടയുടെ ശരീരം ഇതുവരെയും കണ്ടെത്തിയിരുന്നില്ല. ഇടയുടെ ശവശരീരം എന്നേക്കുമായി നഷ്ടപ്പെട്ട ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ടൺ റഷ് ഉൾപ്പെടെ 5 പേരും മരണപ്പെട്ടതെന്നതും ആശ്ചര്യമായി തോന്നിയേക്കാം. സാഹസിക യാത്രകളും മരണങ്ങളും മനുഷ്യനുണ്ടായ കാലം മുതലുള്ളതാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള എവറസ്റ്റിലും ഏറ്റവും ആഴത്തിലുള്ള മറിയാന ട്രഞ്ചിലും ശൂന്യാകാശത്തുമൊക്കെ മനുഷ്യൻ ജീവിതം പണയം വെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ മരണങ്ങൾ സംഭവിക്കുകയും സ്വാഭാവികം മാത്രം. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് 54 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ വിശാലമായ സമുദ്രത്തിന്റെ 20% പോലും പര്യവേഷണം നടത്താൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ നിഗൂഢത. കാരണം അത്രത്തോളം അപകടം നിറഞ്ഞതാണ് സമുദ്ര പര്യവേഷണം. ആഴം കൂടുന്തോറും മർദ്ദം 10 മടങ്ങ് വർദ്ധിക്കുന്ന സമുദ്രത്തിന്റെ മുകൾ തട്ടിനേക്കാൾ ഏതാണ്ട് 400 ഇരട്ടി മർദ്ദമാണ് 3000 മീറ്റർ അടിഭാഗത്ത്. അതായത് മനുഷ്യൻ ഇവിടെ ഇറങ്ങിയാൽ എല്ല് പോലും പൊടിഞ്ഞു പോകും. സമുദ്രനിരപ്പിൽ നിന്നും 50 മീറ്റർ താഴെ എത്തിയാൽ പോലും കുറ്റാക്കുരിട്ടാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അത്യാധുനിക മുങ്ങിക്കപ്പൽ എന്നറിയപ്പെടുന്ന US-ന്റെ US ഡോൾഫിൻ എന്ന മുങ്ങിക്കപ്പലിന് പോലും 1000 മീറ്റർ ആഴത്തിൽ മാത്രമേ മുങ്ങാൻ കഴിയൂ. ഒരു സാധാരണ മുങ്ങിക്കപ്പലിന് 500 മീറ്റർ മാത്രം ആഴത്തിലാണ് സഞ്ചരിക്കാനാവുക. അവിടെയാണ് 4000 മീറ്റർ വരെ ആഴത്തിൽ ടൈറ്റന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. ലോകത്ത് സ്വകാര്യ ഉടമസ്ഥയിലുള്ള ചുരുക്കം ചില കമ്പനികളിലൊന്നായി ടൈറ്റനിന്റെ ഉടമസ്ഥരായ ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനിയുടെ ഈ അവകാശവാദങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ? നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ആഴ്ച മുമ്പാണ് ആമസോൺ കാടുകളിൽ കാണാതായ 4 കുട്ടികളെ യാതൊരു പരിക്കുമില്ലാതെ 40 ദിവസത്തിന് ശേഷം കണ്ടെത്തിയത്. ലോകം ഭയത്തോടെ കാത്തിരുന്ന ആ ദൗത്യം ശുഭകരമായി പര്യവസാനിച്ചെങ്കിലും അതിനുശേഷം ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ടൈറ്റൻ രക്ഷാദൗത്യത്തിന് പക്ഷേ ശുഭവാർത്ത നൽകാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. 111 വർഷം മുമ്പ് കടലിന്റെ ആഴങ്ങളിൽ ആഴ്ന്നുപോയ ടൈറ്റാനിക് എന്ന പടുകൂറ്റൻ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ യാത്ര തിരിച്ച ജലപേടകമായിരുന്നു ടൈറ്റൻ. US കമ്പനിയായ ഓഷ്യൻ ഗേറ്റ് എക്സ്പീഡിയൻസ് നിർമ്മിച്ച പേടകമാണ് ടൈറ്റൻ. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ സാഹസിക യാത്രികർക്ക് അവസരമൊരുക്കുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. 6.7 മീറ്റർ നീളവും 2.8 മീറ്റർ വീതിയുമുള്ള പേടകത്തിന് 2.5 മീറ്റർ ആണ് ഉയരം.
ഏതാണ്ട് ഒരു ടെമ്പോ ട്രാവലറിന്റെ അത്രത്തോളം വലിപ്പമുള്ള ടൈറ്റന് 10,432 കിലോഗ്രാം ഭാരമുണ്ട്. 685 കിലോഗ്രാം വരെ ഭാരം വഹിക്കുവാനും കഴിയും. 4000 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കാമെന്ന് കമ്പനി അവകാശപ്പെടുന്ന ടൈറ്റനിൽ 5 പേർക്ക് വരെ സഞ്ചരിക്കാം. ഈ 5 പേർക്ക് 96 മണിക്കൂർ കഴിയാൻ വേണ്ടുന്ന ഓക്സിജൻ ശേഖരിച്ചു വെക്കാനും പേടകത്തിന് കഴിയും. പേടകത്തിന് നടുക്കുഭാഗത്ത് ഒരു പ്രഷർ ചേംബറും അതിന്റെ പിൻഭാഗത്ത് ഒരു ടെയിൽ കോണും മുന്നിൽ ഒരു വ്യൂയിങ് ഹാച്ച് എന്നിവയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. 4 ഇലക്ട്രിക് മോട്ടോറുകളുടെ സഹായത്തോടെ സഞ്ചരിക്കുന്ന പേടകത്തിൽ മോട്ടോർ 4ഉം ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ പരമാവധി വേഗമായ മണിക്കൂറിൽ 4 കിലോമീറ്റർ വരെ എത്തും. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണുന്നതിനുള്ള സാഹസിക യാത്രകൾക്ക് പുറമെ ഗവേഷണങ്ങൾക്കും സിനിമാ ചിത്രീകരണങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. 2018 നിർമ്മാണം ആരംഭിച്ച ടൈറ്റൻ 50ഓളം തവണ പരീക്ഷണം നടത്തിയ ശേഷം 2021 സഞ്ചാരികളെ കയറ്റി സർവീസ് ആരംഭിക്കുന്നത്. 2022 മാത്രം 10 തവണ കടലിനടിയിൽ പോയി തിരികെ വന്നിട്ടുണ്ട് ഈ പേടകം. എന്നാൽ ഇതിന്റെ പുറംചട്ട നിർമ്മിക്കാൻ പ്രധാനമായും കാർബൺ ഫൈബർ ഉപയോഗിച്ചത് നിർമ്മാണ ചെലവ് കുറയ്ക്കാനുള്ള തന്ത്രമാണെന്നും പുറംചട്ടയുടെ സുരക്ഷിതത്വത്തിന് സംശയമുണ്ടെന്നും കാട്ടി കമ്പനിയുടെ മുൻ ഡയറക്ടർ ഡേവിഡ് ലോക്ക്റിഡ്ജ് പരാതി ഉന്നയിക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കമ്പനി അദ്ദേഹത്തെ പിന്നീട് പുറത്താക്കി. ഇതിന്റെ സുരക്ഷയെപ്പറ്റി മറ്റു പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. അതിൽ പ്രധാനം ഇതിന്റെ ഗതി നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വെറും 3000 രൂപയ്ക്ക് ഓൺലൈൻ സൈറ്റുകളിൽ ലഭിക്കുന്ന വീഡിയോ ഗെയിം നിയന്ത്രിക്കുന്ന ജോയ്സ്റ്റിക് ആണ് ഇത്രയും അപകടം നിറഞ്ഞ ഒരു ദൗത്യത്തിൽ ഉപയോഗിച്ചത്. സബ്മറൈനുകൾ പോലെ തുറമുഖത്തു നിന്നും സഞ്ചരിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ ടൈറ്റന് സാധിക്കില്ല. സബ്മേഴ്സിബിൾ എന്ന ഗണത്തിൽപ്പെടുന്ന ടൈറ്റൻ പേടകം വെള്ളത്തിലിടാൻ മറ്റൊരു കപ്പലിന്റെ സഹായത്തോടെ പ്ലാറ്റ്ഫോമിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ടി വരും. പോളാർ പ്രിൻസ് എന്ന കപ്പലായിരുന്നു ടൈറ്റനെ നിയന്ത്രിച്ചിരുന്നത്. ക്രൂ അംഗങ്ങളെ പേടകത്തിനുള്ളിൽ കയറ്റിയ ശേഷം പുറത്തുനിന്നും ബോൾട്ടിട്ട് മുറക്കുകയായിരുന്നു പതിവ്. ഏതു സാഹചര്യത്തിലും ഇവർക്ക് അകത്തുനിന്നും പുറത്തു കടക്കാൻ സാധിക്കില്ല. ചെറിയ ഒരു ശുചിമുറി മാത്രമുള്ള പേടകത്തിൽ ബാത്റൂം ഉപയോഗിക്കുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഇവർക്ക് കഴിക്കാൻ സാധിക്കൂ. കൂടാതെ യാത്രക്കാർക്ക് ഇരിക്കാൻ കസേര പോലുമില്ലാത്ത പേടകത്തിൽ തറയിലായിരുന്നു ഇവർ ഇരുന്നിരുന്നത്. ഇങ്ങനെ പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും 2 കോടിയോളം ഇന്ത്യൻ രൂപയായിരുന്നു ഓരോ സഞ്ചാരികളിൽ നിന്നും കമ്പനി ഈടാക്കിയിരുന്നത്. ഇനി അതിലെ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് റഷ് ആണ് ഇതിൽ ആദ്യത്തെയാൾ. ടൈറ്റൻ പര്യവേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമാണ് ഇദ്ദേഹം. സാഹസികതയ്ക്ക് 3 ഗിന്നസ് റെക്കോർഡ് വരെയുള്ള ഹാമിഷ് ഹാർഡിംഗ് ആണ് രണ്ടാമൻ. ഇദ്ദേഹമായിരുന്നു ഇതിലെ ഏറ്റവും സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തിയും. ദുബായ് ആസ്ഥാനമായ ആക്ഷൻ ഏവിയേഷൻ എന്ന കമ്പനിയുടെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ പ്രധാന വിനോദം വിമാനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നാണ്. ഇതിനായിട്ടാണ് ഈ കമ്പനി തന്നെ സ്ഥാപിച്ചത്. നമീബിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് 8 ചീറ്റുകളെ എത്തിച്ച ബോയിങ് വിമാനം ഏർപ്പെടുത്തിയതും ഇദ്ദേഹം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ബ്ലൂ ഒറിജിൻ എന്ന പേടകത്തിൽ ബഹിരാകാശത്ത് പോയി ഇദ്ദേഹം മറിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിലും ദക്ഷിണ ധ്രുവത്തിലും എല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ സാഹസിക യാത്രകളാണ് ഇദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കാൻ കാരണവും. അന്യഗ്രഹജീവികളെ തിരയുന്ന കാലിഫോർണിയ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ സെത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമയായ പാകിസ്ഥാൻ സ്വദേശി ഷെഹ്സാദ് ദാവൂദും മകൻ സുലൈമാനുമാണ് അടുത്ത 2 പേർ. കുടുംബസമേതം ബ്രിട്ടനിൽ കഴിയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ യങ്ഗ്രോ കോർപ്പറേഷൻ വൈസ് ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. സാഹസിക യാത്രയ്ക്ക് തൽപരനായിരുന്നു ഷെഹ്സാദ ദാവൂദെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ ഇതിനോട് അത്ര യോജിപ്പില്ലായിരുന്നു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം ഫാദേഴ്സ് ഡേയിൽ അച്ഛന് കൂട്ടാകാം എന്ന് കരുതിയായിരുന്നു പോയത്. എന്നാൽ ദുരന്തം ആരെയും ബാക്കി വെച്ചില്ല. നിരവധി തവണ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് അടുത്തു പോയിട്ടുള്ള ഫ്രഞ്ച് മുങ്ങൽ വിദഗ്ധനും ഫ്രഞ്ച് നാവികസേനാ കമാൻഡറുമായിരുന്ന പോൾ ഹെൻറി നാൻഷിയോലിയായിരുന്നു 5ാമൻ. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടത്തെയും അതിന്റെ സ്ഥാനത്തെയും പറ്റി വിശദമായി അറിയാമായിരുന്ന ഇദ്ദേഹമായിരുന്നു ഈ പേടകത്തെ നിയന്ത്രിച്ചിരുന്നതും. 1987 ടൈറ്റാനിക് അവശിഷ്ടം കാണാൻ പുറപ്പെട്ട ആദ്യ സംഘത്തിലെ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ 5 പേരാണ് ലോകത്തിന്റെ തീരാ ദുഃഖം സമ്മാനിച്ച് കടലിനടിയിൽ ഇല്ലാതായത്. 2023 ജൂൺ 18 ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ടൈറ്റൻ യാത്ര ആരംഭിച്ചത്. കാനഡയിലെ ന്യൂഫോൺലാൻഡിന്റെ തീരത്തു നിന്നും ഏകദേശം 700 കിലോമീറ്റർ അകലെ കണ്ടെത്തിയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ട ശേഷം 7 മണിക്കൂറിനുള്ളിൽ പേടകം തിരിച്ചെത്തുമെന്നായിരുന്നു കണക്കൂട്ടൽ. എന്നാൽ യാത്ര ആരംഭിച്ച് 1 മണിക്കൂറും 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിയന്ത്രിത വാഹനമായ സോളാർ പ്രിൻസ് എന്ന കപ്പലുമായുള്ള ടൈറ്റന്റെ ബന്ധം നഷ്ടപ്പെട്ടു.
അപകടം നടത്ത കമ്പനി ഈ വിവരം അമേരിക്കൻ കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചു. പിന്നീട് ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിലൊന്നായിരുന്നു. അമേരിക്കയും കാനഡയും ഫ്രാൻസും ഒത്തുചേർന്ന രക്ഷാദൗത്യത്തിൽ അത്യാധുനിക വിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും ഷിപ്പുകളും എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു. എന്നാൽ കലങ്ങി മറിഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലെ കുറ്റാക്കൂരിരുട്ടും ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. ശക്തമായ പ്രകാശം നൽകുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ പോലും മീറ്ററുകൾ മാത്രമേ കാഴ്ച ലഭിക്കൂ. അതിനാൽ വിശാലമായ അറ്റ്ലാന്റിക്കിൽ നിന്നും ഒരു ടെമ്പോ ട്രാവലർ മാത്രം വലിപ്പമുള്ള ടൈറ്റൻ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമായിരുന്നു. GPS സംവിധാനങ്ങളും ഗൂഗിൾ മാപ്പും ഒന്നും പ്രവർത്തിക്കാത്ത കടലിനടിയിൽ ടൈറ്റന്റെ യഥാർത്ഥ സ്ഥാനം കണ്ടുപിടിക്കുക എന്നത് വെല്ലുവിളിയായി മാറി. 1912 അറ്റ്ലാന്റിക്കിൽ മുങ്ങിയ ടൈറ്റാനിക് എന്ന ഭീമൻ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പോലും 73 വർഷങ്ങൾക്ക് ശേഷം 1985 ഓർക്കണം. ടൈറ്റനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓക്സിജൻ തീരുന്നതിന് മുമ്പ് പേടകം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം. അതിനായി റിമോട്ട് നിയന്ത്രിത റോബോട്ട് ഉൾപ്പെടെ എല്ലാ സന്നാഹങ്ങളുമായി ലോകം പരിശ്രമിച്ചു. എന്നാൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ടൈറ്റന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതോടെ ടൈറ്റൻ പൊട്ടിത്തെറിച്ച് 5 യാത്രക്കാരൻ മരണപ്പെട്ടെന്ന് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു. ടൈറ്റൻ കാണാതായതിനു ശേഷം ലഭിച്ച സിഗ്നൽ ഈ പൊട്ടിത്തെറിയുടെ ആകാമെന്ന് അവർ അനുമാനിച്ചു. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ മർദ്ദം താങ്ങാനാകാതെ വന്നപ്പോൾ ഇംപ്ലോഷൻ സംഭവിച്ചിരിക്കാം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജലത്തിന്റെ അതിശക്തമായ മർദ്ദം അക്ഷരാർത്ഥത്തിൽ ടൈറ്റൻ പേടകത്തെ ഞെരിച്ചു കളഞ്ഞു. ജലപേടകത്തിലെ മർദ്ദം നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളെ തകരാറ് മൂലം സ്ഫോടനം നടന്നതാകാം എന്നാണ് വിവരങ്ങൾ. സെക്കൻഡിൽ 100 സമയം കൊണ്ടാണ് ഈ സ്ഫോടനം നടക്കുക. അതിനാൽ ഉള്ളിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് തന്നെ മരിച്ചിരിക്കും. വീർപ്പിച്ച ഒരു ബലൂൺ ഒരു മൊട്ടുസൂചി കുത്തുമ്പോൾ പൊട്ടുന്നത് പോലെയാണ് ഈ പ്രതിഭാസം. കോടികൾ മുടക്കി മരണം വിലയ്ക്ക് വാങ്ങിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും വിമർശിക്കുമ്പോഴും ഓരോ സാഹസിക യാത്രയിലും മരണം പതിയിരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാലാണ് യാത്രയ്ക്ക് മുമ്പ് ഈ യാത്രക്കാരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്ന കരാറുകൾ ഒപ്പിട്ട് വാങ്ങുന്നത്. കരാറിന്റെ ആദ്യ പേജിൽ തന്നെ ഡെത്ത് എന്ന വാക്ക് 3 സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്ന്. കൽപ്പന ചൗളയും സ്റ്റീവ് ഇർബിനും ടൈറ്റൻ പേടകത്തിലെ സഞ്ചാരികളുമെല്ലാം തീരാ ദുഃഖമായി അവശേഷിക്കുമ്പോഴും പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മനുഷ്യരുടെ സാഹസിക യാത്ര അവസാനിക്കുന്നില്ല. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.